Welcome to my classroom. Design of Concrete Structures 2, CE 304 for Civil Engineering students, Semester 6, K2. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Today's topic, column subjected to axial compression and uniaxial bending. Problems. Module 1, column subjected to axial compression and uniaxial bending. Problem number 6. Okay, problem number 6 ആണ് നമ്മൾ നോക്കുന്നത്. Question: Design an RCC column having size 300 by 400 mm. It is subjected with factored axial force 1000 kilonewton. Okay, 1000 kilonewton, and factored axial moment about major axis, it is 150 kilonewton meter. The column unsupported length is 3.5 meter. The column is effectively held in position and not restrained against rotation in both directions. Okay. Use M25 and Fe 415 grade steel. Design the column with first case 2-phase reinforcement distribution. B. Second 4-phase reinforcement distribution. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് RCC കോളം ഡിസൈൻ ആണ്. സൈസ് തന്നിട്ടുണ്ട് 300 by 400 mm. ദാറ്റ് മീൻസ് റെക്ടാങ്കുലർ കോളം ആണ്. ഓക്കെ, ഫാക്ടർഡ് ആക്സിയൽ ഫോഴ്സ് 1000 kilonewton. മൊമെന്റം തന്നിട്ടുണ്ട് മേജർ ആക്സിസ് യൂണിയാക്സിയൽ ആണ് 150 kilonewton മീറ്റർ. ഇനി നമുക്ക് കോളത്തിന്റെ അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത് 3.5 മീറ്റർ. കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എൻ കണ്ടീഷൻ കോളത്തിന്റെ എന്താ? ദ കോളം ഈസ് എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് നോട്ട് റെസ്ട്രെയിൻഡ് അഗൈൻസ്റ്റ് റൊട്ടേഷൻ ഇൻ ബോത്ത് ഡിറക്ഷൻ. സോ നമുക്ക് ആസ് പെർ IS 456 അനക്സ്റ്റർ ഇയിൽ നോക്കിയിട്ട് എൻ കണ്ടീഷൻ അനുസരിച്ച് എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കോളം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ M25ഉം Fe 415 യൂസ് ചെയ്തിട്ട് കോളം ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 2-phase റീൻഫോഴ്സ്മെന്റ് കൊടുത്തും 4-phase റീൻഫോഴ്സ്മെന്റ് കൊടുത്തും ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. സോ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ ഓക്കെ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഗിവൺ ഡേറ്റാസ് നമുക്ക് എന്താണ്? സൈസ് ഓഫ് ദ കോളം തന്നിട്ടുണ്ട്. B 300 mm, D 400 mm, then PU 1000 kilonewton, MU 150 kilonewton meter, then FCK 25 Newton per mm square and FY 415 Newton per mm square. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ കോളം L 3.5 മീറ്റർ, ദാറ്റ് ഈസ് 3500 mm, റൈറ്റ്? യെസ്. നമുക്ക് ആദ്യം എഫക്റ്റീവ് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. യൂസ് IS 456 annexure E. Okay, page number, effective length of column, page number, annexure E, page number, table എടുക്കണം. Table 28, effective length of compression member, page number 94. Okay, page number 94. Effective, see, കാണാമോ? Page number 28, effective length of compression members. See, നമുക്ക് എല്ലാ എൻ കണ്ടീഷൻസും തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എൻ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക്
കോളത്തിന്റെ എഫക്റ്റീവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഡിഗ്രി ഓഫ് എൻഡ് റെസ്ട്രൈൻസ് ഓഫ് കംപ്രഷൻ മെമ്പർ പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ ഏതാന്ന് നോക്കണം. ഇവിടെ അതനുസരിച്ചുള്ള സിമ്പിൾ കോളത്തിന്റെ രണ്ട് എൻഡും ഫിക്സഡ് ആണോ, ഒരു എൻഡ് ഫിക്സഡ്, ഒരു എൻഡ് ഹിഞ്ചഡ് ആണോ, രണ്ട് എൻഡ് ഹിഞ്ചഡ് ആണോ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് തിയററ്റിക്കൽ വാല്യൂ ഓഫ് എഫക്റ്റീവ് ലെങ്ത്തും തന്നിട്ടുണ്ട്, റെക്കമെൻഡഡ് വാല്യൂ ഓഫ് എഫക്റ്റീവ് ലെങ്ത്തും തന്നിട്ടുണ്ട്. നമുക്ക് തിയററ്റിക്കൽ വാല്യൂ അല്ല നമുക്ക് എടുക്കേണ്ടത്, റെക്കമെൻഡഡ് വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. അത് ശ്രദ്ധിച്ചോണം. റെക്കമെൻഡഡ് വാല്യൂ ആണ് നമുക്ക് എടുത്ത് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലാരിറ്റി വന്നല്ലോ? യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ട് ദ കോളം ഈസ് എഫക്റ്റീവ്ലി, സി ദ കോളം ഈസ് എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് നോട്ട് റെസ്ട്രൈൻഡ് അഗൈൻസ്റ്റ് റൊട്ടേഷൻ ഇൻ ബോത്ത് ഡിറക്ഷൻ. ഇതിൽ ഏതാ നോക്കിക്കേ? ഫസ്റ്റ് കണ്ടീഷൻ ആണോ, സെക്കൻഡ് കണ്ടീഷൻ ആണോ, തേർഡ് കണ്ടീഷൻ? എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ് ആൻഡ് not restrained against റൊട്ടേഷൻ. നമുക്ക് ഇതാണ് നമ്മുടെ കണ്ടീഷൻ. നമുക്ക് പറഞ്ഞിരിക്കുന്ന തേർഡ് വൺ. സി തേർഡ് വൺ. സോ നമുക്ക് റെക്കമെൻഡഡ് വാല്യൂ എന്താ? 1.00 L. ഓക്കെ, ദെൻ നമുക്ക് ഡിനോട്ട് ചെയ്യാം L എഫക്റ്റീവ്. L എഫക്റ്റീവ് 1.00 L. ഓക്കെ, 1.00 into 3.5, it is 3500 mm. ഓക്കെ, നമ്മൾ എവിടുന്ന എടുത്തത്? IS 456 പേജ് നമ്പർ 94 ടേബിൾ 28. ഓക്കെ, അപ്പൊ നമുക്ക് എഫക്റ്റീവ് ലെങ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് നമുക്ക്, ഇപ്പൊ നമ്മൾ എഫക്റ്റീവ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. അടുത്തത് നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ നോക്കാം. പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 41. സി പേജ് നമ്പർ 41, കംപ്രഷൻ മെമ്പർ താഴെ ക്ലോസ് 25.1.2 short and slender compression columns. A compression member may be considered as short when both the slenderness ratio LEX by D and LEXY by B are less than 12. Okay, slenderness ratio in the IS 456/2000 page number 41 close 25.1.2. Okay, എന്താണ് ലാംഡ പറഞ്ഞിരിക്കുന്നത്? L effective X by D or L effective Y by B. ഓക്കെ, ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെസ് ദാൻ 12. 3500 ഡിവൈഡ് ബൈ 300 എത്ര വന്നു? 11.6. ഓക്കെ, ലെസ് ദാൻ 12. അടുത്ത എന്താ? 3500 ഡിവൈഡഡ് ബൈ 400 എത്ര വന്നു? 8.775. യാ, ലെസ് ദാൻ 12. ഓക്കെ, the column is designed as ഷോർട്ട് ആണോ സ്ലെൻഡർ ആണോ? യാ, ഷോർട്ട് കോളം. ലെസ് ദാൻ 12 ആണ്. സോ കോളം നമുക്ക് ഷോർട്ട് കോളമായിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താ? എക്സെൻട്രിസിറ്റി ചെക്ക് ചെയ്യണം. മിനിമം എക്സെൻട്രിസിറ്റി. ഓക്കെ, നമുക്ക് പേജ് നമ്പർ 42 IS 456. മക്കളെ മറക്കരുത്, പേജ് നമ്പർ IS 456 കോളം ഡിസൈൻ ഷോർട്ട് കോളം വിത്ത് യൂണിയാക്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പേജസ് എല്ലാം ഓർമ്മയിൽ വേണം. സി പേജ് നമ്പർ 42, minimum eccentricity close 25.4. All columns shall be designed for minimum eccentricity, comma, equal to the unsupported length of the column divided by 500 plus lateral dimensions divided by 30, subjected to a minimum of 20. E minimum 20, where
നമുക്ക് യൂണിയാക്സിയൽ ആണ്. ബയാക്സിയലി ആണ് എങ്കിലാണ് വെയർ ബയാക്സിയൽ ബെൻഡിങ് ഈസ് കൺസിഡേർഡ് ഇറ്റ് ഈസ് സഫിഷ്യന്റ് ടു എൻഷുർ ദാറ്റ് എക്സെൻട്രിസിറ്റി. നമുക്കതിപ്പോൾ നോക്കണ്ട, ബയാക്സിലേക്ക് വരുമ്പോൾ നമുക്കത് നോക്കാം. ഇവിടെ നമുക്ക് ഇത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമുക്ക് മിനിമം എക്സെൻട്രിസിറ്റി ഇ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ ഈ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ MU നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ അറിയാം. IS എഴുതിയില്ല. ആസ് പെർ IS 456/2000 പേജ് നമ്പർ 42 ക്ലോസ് എത്രയായിരുന്നു? 25.4. ക്ലാരിറ്റി ആയില്ലേ? യെസ്. നമുക്ക് മൊമെന്റ് തന്നിട്ടുണ്ട്. ഇക്വേഷൻ എന്താ? PU × E. മൊമെന്റ് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 150 × 10⁻⁶. PU എത്ര? 1000 × 10⁻³ × E. E എത്ര വന്നു? ടപ്പെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തേ. 150 mm. ഓക്കെ, നമുക്ക് E വന്നിരിക്കുന്നത്. നമ്മുടെ E മിനിമം എത്രയാ പറഞ്ഞിട്ടുള്ളത്? 20 mm. നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്താ? L divided by unsupported length divided by 500 plus lateral dimension 500 divided by lateral dimension by 30. 400 divided by 30. 3500 divided by 500 plus 400 by 30. എത്ര വന്നു? 20.3. greater than 20 mm. Okay. Then second case, 3500 divided by 500 കാണാമോ? plus 300 divided by 30. 70. Okay. 17 less than 20. നമുക്ക് ഈ രണ്ട് കണ്ടീഷനാണ് വന്നിരിക്കുന്നത്. ഇത് ലെസ് ദാൻ 20 ആണ്. ഇത് 20.3, നിയർലി ഈക്വൽ ടു 20. ഓക്കെ, മിനിമം 20 ആണ് എക്സെൻട്രിസിറ്റി. ഓക്കെ, 20യെക്കാട്ടിലും താഴെയാണ് നമുക്ക് രണ്ടും വന്നിരിക്കുന്നത്. സോ ഡിസൈൻഡ് ആസ് യൂണി ആക്സിയൽ. ദ കോളം ഈസ് ഡിസൈൻഡ് ആസ് യൂണി ആക്സിയൽ ബെൻഡിങ്. ഓക്കെ, മിനിമം എക്സെൻട്രിസിറ്റിനെക്കാട്ടിലും കുറവാണ്, എക്സീഡ് ചെയ്തിട്ട് ഇല്ല. ഓക്കെ, സോ ഈ മിനിമം ഈക്വൽ ടു 20 mm. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്തു. 20.3 and 70 ലെസ് ദാൻ 20 ആണ്. ഇത് നിയർലി ഈക്വൽ ടു 20 ആണ്. സോ ദ കോളം ഈസ് ഡിസൈൻഡ് ആസ് യൂണിആക്സിയൽ ബെൻഡിങ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇനി നമ്മൾ റീഇൻഫോഴ്സ്മെന്റിലേക്ക് പോവാണ്. സോ ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 2 phase റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂഷനും പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 4 phase ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് നമുക്ക് ചെയ്യാം 2 phase റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, 2 phase റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് ചെയ്യാം. ഓക്കെ, assume effective cover 40 mm. Okay, next step എന്താ? D dash by D. Effective cover by D 400. എത്ര വന്നു? 0.1. FY നമുക്ക് 415 ആണ്. യൂസ് SP16. ചാർട്ട് ഏതാന്ന് നോക്കിക്കേ. റെക്ടാങ്കുലർ ആണ്. ശ്രദ്ധിക്കേണ്ടത് സി ചാർട്ട് 32 കംപ്രഷൻ മെമ്പർ വിത്ത് ബെൻഡിങ് റെക്ടാങ്കുലർ ആണ് നമ്മുടെ സെക്ഷൻ. നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈക്വലി ഓൺ 2 sides, 4 sides അല്ല. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് 2 sides ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഈക്വലി ഓൺ 2 sides.
നമുക്ക് d dash by d 0.1 ആണ്, fy 415 ആണ്. സോ ചാർട്ട് നമ്പർ 32. ചാർട്ട് 32. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? PU by FCK, PU by FCK BD എത്ര വന്നു? 1000 into 10 raised to 3 divided by 20, 25 into 300 into 400 square. എത്രയാ? Yeah, 0.328. Okay, then mu by FCK BD square. mu 150 into 10 raised to 6 Newton mm by 25 into 300 into 400 square. സോറി, ഇവിടെ സ്ക്വയർ ഇല്ലായിരുന്നു, 400 തെറ്റിപ്പോയതാണേ. 400 സ്ക്വയർ എത്ര വന്നു? 0.125. ഓക്കെ, നമുക്ക് PU by FCK BD 0.328ഉം MU by FCK BD സ്ക്വയർ 0.125ഉം നമുക്ക് ചാർട്ട് 32 ആണ്. സി PU by FCK 0.32, this line. Then MU by FCK BD 0.1, see 1, 11, 12, 125. ഇതിന്റെ നടുക്കായിട്ട് വരും 32 ആണ് വരുന്നത്. എത്ര വന്നു? 0.6നും 8നും ഇൻ ബിറ്റ്വീൻ വന്നു. ഒന്ന് നോക്കിക്കേ, 6 കറക്റ്റ് നടുക്കിനെക്കാട്ടിൽ ഇച്ചിരി മണ്ടക്കോട്ട് വരും. ഓക്കെ, യാ, P by FCK equal to 0.07നെക്കാട്ടിലും ഇത്തിരി മണ്ടയില്ല, 0.075. Okay, then find out P, percentage of steel, 0.075 into FCK 25. എത്ര വന്നു? Yeah, 1.875%. ഓക്കെ അല്ലേ? യെസ്. അടുത്ത സ്റ്റെപ്പ് എന്താ? യാ, ASC. P by 100 into AG, B into D. 1.875 divided by 100 into 300 into 400. എത്രയാ? 400 ആണ്. യാ, 2250 mm square. നെക്സ്റ്റ് എന്താ? Yeah, longitudinal reinforcement assume ചെയ്യണം. Assume or use 25 mm dia bars. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇപ്പൊ നിങ്ങൾ ഒരു ഫ്ലോയിൽ എത്തി, അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ഏതാന്ന് അടുത്തത് ചോദിക്കും. യാ, നമ്പർ ഓഫ് ബാർസ് എത്രയാ? ടോട്ടൽ റീൻഫോഴ്സ്മെന്റ്, യാ, ഒരെണ്ണത്തിന്റെ π/4 d സ്ക്വയർ. യെസ്, എത്ര വന്നു? 2250 divided by π/4 into 25 square. 4 point something. Yeah, 4.58. എത്ര എടുക്കാം? 6 numbers. Therefore, provide 6 numbers of 25 mm dia bars as longitudinal reinforcement equally distributed in 2 sides. Okay, clear? ഇനി നമുക്ക് 2 ഫേസ് മാറ്റി 4 ഫേസ് ആക്കണം. ഓക്കെ, ലാറ്ററൽ ടൈസ് കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഡിസൈൻ ഓഫ് lateral ties. എന്തായിരുന്നു നമുക്ക്? യാ, IS 456/2000, പേജ് നമ്പർ 49, ക്ലോസ് 26.5.3.2. C ആണ്. C, this one, pitch and diameter.
Okay, pitch and diameter. Okay, first നമുക്ക് diameter നോക്കാം. എന്തായിരുന്നു? Not less than first 1/4 the diameter 25 6.25 not less than 6 mm. Okay, less than ആവാൻ പാടില്ല. സോ നമുക്ക് 8 mm പ്രൊവൈഡ് ചെയ്യാം. 8 mm or 6 mm, not less than. Okay, 8 mm dia lat. Next, pitch. Not more than least lateral dimension 300 mm. Then 16 times 5, 16 into 25, 480. Then 300. Minimum value എത്രയാ? 300 mm. Okay, provide 8 mm dia bars at 300 mm center to center spacing as lateral ties. Okay, ഇനി നമുക്ക് reinforcement details. ഓക്കെ, റെക്റ്റാങ്കുലർ ആണ്. ഓക്കെ, നമ്മൾ 6 നമ്പേഴ്സ് ആയിരുന്നു. ഈക്വലി രണ്ട് സൈഡിലായിട്ട് വേണം കൊടുക്കാനായിട്ട്. 1 2 3 3 3 6 numbers of 25 mm dia bars. ഇനി നമ്മൾ ലാറ്ററൽ റീൻഫോഴ്സ്മെന്റ് കൊടുത്തിരുന്നത് 8 mm dia bars at 300 mm center to center spacing. Okay, 300 400 dimension. Clear? ഇത് നമ്മൾ റീൻഫോഴ്സ്മെന്റ് 2 phase റീൻഫോഴ്സ്മെന്റ് ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ബി പാർട്ട് ഉണ്ട്, 4 phase റീൻഫോഴ്സ്മെന്റ്. നമുക്കിനി അതടുത്തത് ചെയ്യാം. ബി 4 phase റീൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, 4 phase ആണ്. D'/D നമുക്ക് എത്രയായിരുന്നു? 40/400. ഇറ്റ് ഈസ് 0.1. FY 450. വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ. PU/FCK എഴുതാം. PU/FCK BD നമുക്ക് 0.328. Then MU/FCK BD square 0.125. ഓക്കെ, D'/D 0.1. നമുക്ക് 4 phase റീൻഫോഴ്സ്മെന്റ് ആണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ചാർട്ട് മാറും. ചാർട്ട് ഏതാ? എല്ലാരും കോഡ് എടുത്ത് ചാർട്ട്. നേരത്തെ നമുക്ക് 2 phase ആയപ്പോൾ 32 ആയിരുന്നു. ഇനി നമുക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ 4 sides വേണം. യാ, D'/D 0.2 ആ, നമുക്ക് 0.1 ആ. ചാർട്ട് കംപ്രഷൻ മെമ്പർ റെക്ടാങ്കുലർ. FY ഇത് 250 ആണ്, നമുക്ക് 415 ആണ്. സോ ചാർട്ട് നമ്പർ 44 റൈറ്റ് അല്ലേ? യെസ്, ചാർട്ട് നമ്പർ 44. കംപ്രഷൻ വിത്ത് ബെൻഡിങ് എ റെക്ടാങ്കുലർ സെക്ഷൻ, റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 4 sides. FY 450 Newton/mm² ആൻഡ് D'/D 0.1. ചാർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചാർട്ട് 44 കണ്ടോ? ഇവിടെ നേരത്തെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്ത് മുകളിലും താഴെയായിട്ടായിരുന്നു. ഇവിടെ 4 sides നമ്മൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് പാരാമീറ്റേഴ്സ് എല്ലാം സെയിം തന്നെയാണ് എടുക്കേണ്ടത്. നമുക്ക് ചാർട്ട് നമ്പർ മാത്രമേ മാറിയിട്ടുള്ളൂ. യൂസ് SP16 ചാർട്ട് 44.
ഓക്കെ, പി ബൈ എഫ് സി കെ ഒന്ന് ടപ്പേന്ന് കണ്ടുപിടിച്ചേ. പി ബൈ എഫ് സി കെ. PU by FCK 0.328 here. Okay, MU by FCK BD square 0.125 1 11 12 125 ഇതിന്റെ ബിറ്റ്വീൻ വരും. Okay, this is 0.08 ഇവിടെ വരും. എന്താ 09. P by FCK 0.09. Then find out percentage of steel P equal to 0.09 into FCK 25. എത്രയാ? 2.25%. Okay, ഇനി നമുക്ക് സ്റ്റെപ്പുകളെല്ലാം സ്പീഡാണ്. Yeah, AC P by 100 into gross area BD. 2.25 divided by 100 into 300 into 400. Gross area എത്ര വന്നു? Yeah, 2700 mm square. Okay, next use 22 mm dia bars. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? Yeah, number of bars total by pi by 4 d square 22 square. എത്ര വന്നു? നേരത്തെ നമ്മൾ 25 ആയിരുന്നു, ഇവിടെ നമ്മൾ 22 കൊടുത്തു. 7.07. Yeah, 8 numbers. Okay, therefore provide 8 numbers of 22 mm dia bars as longitudinal reinforcement. Okay, next design of lateral ties. First diameter, page number 49. Not less than 1/4 dia. എത്ര വന്നു? 5.5 mm. 6 mm. Minimum not less than 6 mm. Yeah, provide 6 mm dia bars. ഇനി നമുക്ക് pitch not more than least lateral 300 16 times pi 16 into 22 352 300 minimum value 300 mm. Therefore provide 6 mm dia bars at 300 mm center to center spacing as lateral ties. Okay, ഇനി നമുക്ക് എന്താ? reinforcement details. Reinforcement details. റെക്റ്റാങ്കുലർ ആണ്. വ്യത്യാസം നമുക്ക് നേരത്തെ നിന്ന് 4 സൈഡ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നതുള്ളതാണ്. ഓക്കെ, 300 by 400. നമുക്ക് എത്രയായിരുന്നു? 8 നമ്പേഴ്സ് ആണ്. ആദ്യം നമുക്ക് മൂലയിൽ കൊടുക്കാം. ഡയഗണലിൽ 4 5 6 7 8 ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്താ? 8 നമ്പേഴ്സ് ഓഫ് എത്രയായിരുന്നു ഡയമീറ്റർ? ഇവിടെ 22 mm ഡയബാർ. നേരത്തെ നമ്മൾ 25 ആയിരുന്നു. ഇനി നമ്മൾ ലാറ്ററൽ റീൻഫോഴ്സ്മെന്റ് എന്താ? അവിടെ നമ്മൾ 8 ആയിരുന്നു, ഇവിടെ 6 mm ഡയാബാർസ് അറ്റ് എത്രയാ സ്പേസിങ്? 300 mm സെന്റർ ടു സെന്റർ സ്പേസിങ്. ഓക്കെ, അവിടെ 2 സൈഡ്സ് ആയിരുന്നു, ഇവിടെ 3 സൈഡ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? യൂണിയാക്സിൽ നമ്മൾ 6 പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക പ്രോബ്ലംസ് എല്ലാം തന്നെ. ഓക്കെ, വീഡിയോസ് നന്നായിട്ട് കാണുക. ഹാവ് എ നൈസ് ഡേ.